അമേരിക്കയിൽ ഇത് കൺവെൻഷൻ്റെ കാലമാണ്. ചിക്കാഗോയിൽ സീറോ മലബാർ രൂപതയുടെ രജത ജൂബിലി കൺവെൻഷൻ ഇതിനകം നടന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയിൽ ഓർത്തഡോക്സ് സഭയുടെ കൺവെൻഷൻ ലങ്കാസ്റ്ററിൽ നടക്കാൻ പോകുന്നു. അത് ഫാമിലി കൺവെൻഷൻ. അതിൻ്റെ പിന്നത്തെ ആഴ്ചയിൽ യാക്കോബായ സഭയുടെ കൺവെൻഷൻ. അത് ന്യൂജേഴ്സിയിലെ ടാപ്പാനിലുള്ള അവരുടെ കത്തീഡ്രലിലാണ്. കത്തീഡ്രലിനോടനുബന്ധിച്ചുള്ള ബിൽഡിങ്ങിലാണ്. ആ ബിൽഡിംഗ് സമുച്ചയത്തിലാണ്. അവിടെ വലിയ സൗകര്യങ്ങളുണ്ട്. പിന്നെ അതിനുശേഷം വരാൻ പോകുന്നത് ഫോമായുടെ കൺവെൻഷനാണ്. ഈ മാസം അവസാനം ഈ മാസം 31 തീയതി തുടങ്ങുന്നു. ഓഗസ്റ്റ് 1-2 തീയതികളിൽ നടക്കുന്നു. പിന്നെ 1-2 തീയതി അവസാനിക്കുന്നു. അത് കഴിഞ്ഞാൽ ദിവസങ്ങൾക്കകം പിന്നെ ക്നാനായ കൺവെൻഷൻ, പിന്നെ KCCNA, അതാണ് അമേരിക്കയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ. ഇപ്പം രണ്ടാമത്തെ കൺവെൻഷൻ സീറോ മലബാർ ആണോ ഫൊക്കാനയാണോ എന്ന് പിന്നീട് ഞാൻ പറയാം. അത് എനിക്ക് ഉറപ്പില്ല. കാരണം ഫൊക്കാനയിൽ കൂടിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ക്നാനായ കൺവെൻഷൻ നടക്കുന്ന ഉടനെ തന്നെ പിന്നെ ഫൊക്കാനയുടെ കൺവെൻഷനുണ്ട് ഈ പെൻസിൽവേനിയയിലെ പോക്കണോസിൽ. അത് ആ വാട്ടർ പാർക്കിൽ വമ്പിച്ച പിന്നെ സൗകര്യങ്ങളുള്ള സ്ഥലത്ത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കൺവെൻഷനുകൾ ഈ സമയത്ത് നടക്കുന്നു. അപ്പോൾ ഇതെല്ലാം സാമ്പത്തികമായിട്ടൊക്കെ എങ്ങനെയാണ് വിജയിപ്പിക്കുന്നതെന്ന് പിന്നെ മനസ്സിലാകുന്നില്ല. അപ്പം മലയാളികളെല്ലാം ഒരാൾ കുറഞ്ഞത് ഒരു 2 കൺവെൻഷനെങ്കിലും സാധാരണയുള്ള ആളുകൾ പങ്കെടുക്കണം. പിന്നെ അപ്പോൾ ഇതിനെല്ലാം ഉള്ള പണം നമുക്കെല്ലാം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെയായാലും ഇത്രയധികം ആളുകൾ കൺവെൻഷനുകളിൽ പോകുന്നു, വ്യത്യസ്തമായ പരിപാടികളിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെ. അപ്പം ഞാൻ പങ്കെടുത്ത കൺവെൻഷനെ പറ്റി, ഈ സീറോ മലബാർ കൺവെൻഷൻ, പിന്നെ അപ്പം ഒരു 3000-3500 പേരുണ്ട് എന്നാണ് പിന്നെ സംഘാടകർ പറയുന്നത്. ഉള്ളതുപോലെ തന്നെയാണ് എനിക്കും തോന്നിയത്. ഒരു 1000-ഓളം രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു കുടുംബങ്ങൾ. അപ്പം അത്രയും വലിയൊരു കൺവെൻഷൻ, അത്രയും വലിയൊരു ഫെസിലിറ്റിയിൽ, അത് ചിക്കാഗോയിലെ മക്കോർമിക് സെൻറ്റർ എന്ന് പറഞ്ഞ ആ കൺവെൻഷൻ സെൻറ്ററിലാണ് നടക്കുന്നത്. അത് 3 ഹോട്ടലുകളുമായിട്ട് ബന്ധിച്ചുള്ള കൺവെൻഷൻ സെൻറ്ററാണ്. അപ്പോൾ ആപ്പാടെ ഈ ജനങ്ങളിങ്ങനെ ഒഴുകി നടക്കുന്നതാണ് നമ്മൾ കണ്ടത്. ആ കൺവെൻഷൻ വേദിയിലും ഓരോ പരിപാടിക്കും നിറച്ച് ആളുകളെ കണ്ടു. അപ്പോൾ അത് എത്രമാത്രം നല്ലതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് നോക്കുന്ന ആളുകളുടെ അനുസരിച്ചിരിക്കും. കാരണം ഈ മതപരമായ കൺവെൻഷനാകുമ്പം വിശ്വാസികളെ സംബന്ധിച്ചോളം വലിയൊരു കാര്യമാണ്. അവർക്ക് കർദിനാൾ മാർ ജോർജ് കൂവക്കാട്, പിന്നെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, അപ്പോൾ ഇവരൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യാനും, അല്ല തൃശ്ശൂർ ആർച്ച് ബിഷപ്പ്, പിന്നെ മാർ ആൻഡ്രൂസ് താഴത്ത്, ഇവരുമെല്ലാമായിട്ട് സംസാരിക്കാനും വർത്തമാനം പറയാനും അവരുടെ കുർബാന കാണാനും ഇങ്ങനെയൊക്കെയുള്ളൊരു അവസരം കിട്ടുക എന്നുള്ളത് നിസ്സാരമായൊരു കാര്യമല്ല. സാധാരണ ഒരിക്കലും കിട്ടുന്ന ഒരു കാര്യമല്ല. ഇവരെല്ലാം പിന്നെ വ്യത്യസ്തമായ തലങ്ങളിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരുമായിട്ടെല്ലാം ഇൻട്രാക്ട് ചെയ്യാനായിട്ട് സാധാരണക്കാർക്ക് കഴിഞ്ഞു. അവരുടെ ദിവ്യബലിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. അവരുടെ ഉപദേശങ്ങളും പ്രസംഗങ്ങളും കേൾക്കാൻ കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ധാരാളമായ കലാപരിപാടികൾ, പ്രത്യേകിച്ച് ഇവിടെയുള്ള ആളുകൾക്ക്, ഇവിടെയുള്ള ഓരോ ഇടവകയിൽ നിന്നുള്ള ആളുകൾക്കും അവരുടെ കലാപരിപാടികൾ, അവരുടെ കഴിവുകൾ അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടി. അത് വലിയൊരു കാര്യം തന്നെയാണ്. ചിലതെല്ലാം വളരെ നല്ലതായിരുന്നു. അതുപോലെ തന്നെ യുവജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക പരിപാടികൾ സദാസമയം ഉണ്ടായിരുന്നു. അപ്പോൾ ധാരാളം യുവജനങ്ങൾ ഉണ്ടായിരുന്നു. അവരെ മെയിൻ വേദിയിലൊന്നും കണ്ടില്ലെങ്കിൽ കൂടി അവർക്ക് അവരുടേതായ പ്രത്യേക പരിപാടികൾ സെപ്പറേറ്റായിട്ട് നടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനി കലാപരിപാടികളുടെ കാര്യം പറയുകയാണെങ്കിൽ, ആദ്യത്തെ ദിവസം നടൻ ജയറാം നേതൃത്വം നൽകിയ സ്റ്റീഫൻ ദേവസിയുമുണ്ട്. പിന്നെ ചെണ്ടമേളം, അത് ഗംഭീരം പരിപാടിയായിരുന്നു. ഒരു 100-ൽ-പരം ചെണ്ടക്കാർ അണിനിരന്ന്, അത് പിന്നെ ജയറാം പറഞ്ഞത് തൃശ്ശൂരിലെ ഇലഞ്ഞിത്തറ മേളം തന്നെയാണ് അവതരിപ്പിക്കുന്നത്. അവിടെ 300-400 ഒക്കെ ചെണ്ടക്കാരും വാദ്യമേളങ്ങളും എല്ലാം ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ അത്രയും പേരില്ല. പക്ഷേ എങ്കിലും തങ്ങളും അത് തന്നെയാണ് അവതരിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ തന്നെ മനോഹരമായിട്ടാണ് എനിക്കും തോന്നിയത്. ഏറ്റവും നല്ല പരിപാടികളൊന്നായിട്ട് അത് തോന്നി. നേരെ മറിച്ച് സമാപന ദിവസം പിന്നെ ജയറാമിൻ്റെയും സ്റ്റീഫൻ ദേവസിയുടെയും ഒക്കെ കൂടെ നേതൃത്വത്തിൽ നടന്ന പരിപാടികൾ, അത്ര കണ്ട് വിജയിച്ചോ എന്നുള്ള സന്ദേഹവും തോന്നി. അതിൽ ജയറാമിൻ്റെ ഭാര്യ പാർവതി, പഴയ നടി, പിന്നെ മകൻ കാളിദാസും ഭാര്യ താരിണി, ഇവരൊക്കെ പിന്നെ സ്റ്റേജിൽ വരികയും ചെയ്തു. അപ്പോൾ പിന്നെ ശ്രദ്ധേയമായൊരു കാര്യം, ഓരോ പരിപാടിക്കും പിന്നെ നിശബ്ദരായി ധാരാളം ആളുകൾ ഈ വേദിയിൽ ഉണ്ടായിരുന്നു. ഏതൊരു പരിപാടി നടന്നാലും. അപ്പം മിക്കവാറുമുള്ള ഫൊക്കാനയുടെ ഫോമയുടെ ഒക്കെ പരിപാടികൾ നമ്മൾ കാണുന്നത് ഈ ചർച്ചകളുമല്ലേ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അങ്ങനെ അധികം ആളുകൾ സദസ്സിൽ കാണാറില്ല. തകൃതിയായ ചർച്ചകളങ്ങ് നടക്കും. പക്ഷേ സദസ്സിൽ ആളുകൾ പല പരിപാടികൾക്കും, കലാപരിപാടികൾ സജീവമാണല്ലോ. അപ്പം ഞാൻ നോട്ട് ചെയ്തത് ചിക്കാഗോയിലും അതിനൊട്ടൊരു കുറവും ഇല്ലായിരുന്നു. ചിക്കാഗോയിൽ ഞാൻ നോട്ട് ചെയ്തൊരു വസ്തുത, ഈ ഗ്ലെൻ ലിവറ്റ് എന്ന് പറഞ്ഞ ഒരു സിംഗിൾ മാൾട്ട് വിസ്കിയാണ് അവിടെ പ്രിയപ്പെട്ടതെന്ന് തോന്നുന്നു. നിലമറിച്ച് ഇപ്പോൾ ന്യൂയോർക്ക് ഏരിയയിൽ ഗ്ലെൻ ഫെഡിച്ച് എന്ന് പറഞ്ഞ മറ്റൊരു സിംഗിൾ മാൾട്ടിനാണ് പിന്നെ ആളുകൾ, ആവശ്യക്കാർ കൂടുതൽ. അതാണ് എനിക്ക് വളരെ പെട്ടെന്ന് തോന്നിയൊരു വ്യത്യാസം. പിന്നെ ഇങ്ങനെയുള്ള കലാപരിപാടികളൊന്നും
പിന്നെ ഈ പരിപാടിയെ ഈ കൺവെൻഷനെ ബാധിക്കുകയുണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയുള്ളവർ അങ്ങനെ പോട്ടെ. അല്ലാതെ തന്നെ ധാരാളം ആളുകൾ, സ്ത്രീകളും മറ്റുള്ളവരും എല്ലാം വരാനും നാനാഭാഗത്തു നിന്നുള്ള ആളുകൾ വരാനും ഇൻറ്ററാക്ട് ചെയ്യാനും കഴിഞ്ഞു എന്നുള്ളതും മറ്റൊരു നേട്ടം തന്നെ. പിന്നെ ആകപ്പാടെ എടുത്തു പറയാവുന്ന ഒരു കുറ്റം ഞാൻ കണ്ടത്, ഈ ഇത്രയും വലിയ കൺവെൻഷൻ സെൻ്ററൊക്കെ ആകുമ്പോൾ ഇന്ത്യൻ ഫുഡ് അങ്ങോട്ട് അടുപ്പിക്കില്ല. അപ്പോൾ ആ ഫുഡ്, എന്നാൽ അമേരിക്കൻ ഫുഡ് നമ്മുടെ താല്പര്യത്തിനനുസരിച്ചോ നമുക്ക് ഇഷ്ടമനുസരിച്ചോ പിന്നെ അത് പിന്നെ അതിന് പിന്നെ പലവിധ കംപ്ലയിൻസും പലരും പറയുന്നതും കേട്ടു. ആവശ്യത്തിന് നമ്മുടെ സമയത്തിന് കിട്ടാതെ വരിക, നമ്മുടെ പിന്നെ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ വേദിയിൽ പിന്നെ കാപ്പിയോ ചായയോ വെള്ളമോ ഇതൊന്നും കിട്ടാനുള്ള സൗകര്യം പോലും ഇല്ലായിരുന്നു എന്നുള്ളതും ഖേദകരം തന്നെ. അപ്പോൾ ഈ എപ്പോഴും ഈ വലിയ കൺവെൻഷനൊക്കെ നടക്കുമ്പോൾ ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ ഫുഡ് പിന്നെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ വേണം നമ്മളെ കൺവെൻഷൻ നടത്താൻ എന്ന് തോന്നിപ്പോയി. കാരണം ഇവരുടെ ഈ കടുംപിടുത്തം അങ്ങനെയുള്ളിടത്തേക്ക് പോകരുത്. നമുക്ക് നമ്മുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മുടെ തരം ഫുഡ്, ഇപ്പം അമേരിക്കൻ ഫുഡിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായതുകൊണ്ടല്ല, പക്ഷേ അമേരിക്കൻ ഫുഡ് ആകുമ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആളുകൾക്ക് പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല, പല രീതിയിലും. അപ്പോൾ അങ്ങനെയുള്ള ഈ തടസ്സങ്ങളും ഒക്കെ ഉണ്ടാവാതിരിക്കാൻ എപ്പോഴും ഒരു ഇന്ത്യൻ ഫുഡിന് താല്പര്യം കാണിക്കുന്ന ഹോട്ടലുകൾ, അങ്ങനെയുള്ള ഒരു സംവിധാനത്തെയാണ് പ്രിഫർ ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. എന്തായാലും പൊതുവിലെ കൺവെൻഷൻ ഒരു മികവുറ്റ കൺവെൻഷനായിരുന്നു. ഇത്രയധികം ആളുകളെ സംഘടിപ്പിക്കാനും ധാരാളം പരിപാടികൾ നടത്താനും പല വേദികളിലായിട്ട്. അവിടെയും ഒരു കുഴപ്പം പറ്റി, പല വേദികളിലായിട്ട് നല്ല നല്ല പരിപാടികൾ. എന്തു ചെയ്യും? അങ്ങനെ വരുമ്പോൾ പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് മാത്രം പങ്കെടുക്കേണ്ട സ്ഥിതി വന്നു. അപ്പോൾ അങ്ങനെ പല നല്ല പരിപാടികളും പലർക്കും മിസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില സംഘാടക പിഴവുകൾ നമ്മൾ കാണുകയും ചെയ്തു. എങ്കിലും ഇത്രയധികം ആളുകളെ സംഘടിപ്പിക്കാനും ഇത്രയധികം പിന്നെ പരിപാടികൾ നടത്താനും ഇത്രയധികം സഭാ നേതാക്കളെ കൊണ്ടുവരാനും കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെ. ഇതൊന്നും നിസ്സാരമായൊരു കാര്യമല്ലല്ലോ. പക്ഷേ ഫൊക്കാനായ്ക്കോ ഫോമായ്ക്കോ ഇല്ലാത്ത ഒരു മെച്ചം ഈ സീറോ മലബാറിനാണെങ്കിൽ അല്ലെ KCCNA ആണെങ്കിലും ഉണ്ട്. കാരണം ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു സഭയും സഭാ നേതൃത്വവും അതുപോലെ തന്നെ ധാരാളം സംഘാടകരുമുണ്ട്. ഇപ്പം ഫൊക്കാനായാലും ഫോമായാലും ഒക്കെ നമുക്കറിയാം പ്രസിഡൻ്റാണ്. ആ പ്രസിഡൻറ്റിനെ ചുറ്റിപ്പറ്റിയാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. അങ്ങേരെ ഒരാളാണ് ഈ ആളുകളെ സംഘടിപ്പിക്കുന്നതും പണം പിരിക്കുന്നതും പിന്നെ പണം ചെലവഴിക്കുന്നതും ഇതെല്ലാം ഒടുവിൽ ആളുകളുടെ പിന്നെ ചീത്ത കേൾക്കുന്നതും ഇതെല്ലാം പതിവായിട്ട് നമ്മൾ കാണുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ എന്തായാലും ഒരു കൺവെൻഷൻ കഴിഞ്ഞു. ഇനി അടുത്ത കൺവെൻഷനുകൾ നമുക്ക് പിന്നെ കഴിയുന്നത്ര ആളുകൾ പങ്കെടുക്കുക. പ്രത്യേകിച്ച് സെക്യുലർ കൺവെൻഷനുകളിൽ തീർച്ചയായിട്ടും പങ്കെടുക്കുകയും അത് നമ്മുടെ സംസ്കാര തനിമയും നമ്മുടെ ആ പിന്നെ പരസ്പരമുള്ള ബന്ധവും വളർത്തുന്നതിന് ഏറ്റവും ഉപകാരപ്രദമായിരിക്കുകയും ചെയ്യും എന്നുള്ളതിന് ഒരു തർക്കവുമില്ല.